SKN40 യാത്ര പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു ബിവറേജസിനെതിരെ സമരം നടത്തുന്ന ഔട്ട്ലെറ്റിനെതിരെ സമരം അവരുടെ വിഷയത്തിൽ ഇപ്പോൾ കോടതി ഇടപെട്ടിട്ടുണ്ട്. കോട്ടയം മാങ്ങാനത്തെ ബെപ്കോ ഔട്ട്ലെറ്റിനെതിരായ സമരത്തിൽ ഇടപെടുകയാണ് ഹൈക്കോടതി. സമരക്കാരെ കേട്ട ശേഷമേ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാവൂ എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സമരം നടത്തുന്ന പ്രദേശവാസികൾ ജില്ലയിലെ 24 SKN40 ലഹരി വിരുദ്ധ യാത്രയിൽ എത്തിയിരുന്നു. ഒപ്പം പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ നമ്മൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടും ഉൾപ്പെടുത്തിയിരുന്നു. ആദ്യം അവിടുന്ന് ഒരു പ്രതികരണം, അതിനുശേഷം ടോബി ചേരും വിശദാംശങ്ങൾ. ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ദൂരമാണ്. 147 മീറ്റർ മാത്രമേ ഉള്ളൂ. സ്കൂളും ഔട്ട്ലെറ്റിന്റെ അതിരും തമ്മിലുള്ള അകലെ 147 മീറ്ററാണ്. ആ 147 206 മീറ്റർ ആക്കി അവർ ഉയർത്തിക്കൊണ്ടുവന്നത്. അത് തെറ്റായ രീതിയിലാണെന്നാണ് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞ് ആ രീതിയിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല, ലൈസൻസ് കൊടുത്തിട്ടില്ല, ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുത്താലും ആ നടപടി എടുക്കുന്നതിന് മുമ്പായിട്ട് പരാതിക്കാരായിരിക്കും ഞങ്ങളെ കേൾക്കണം. കേട്ടതിന് ശേഷം മാത്രമേ നടപടി എടുക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, അവിടെ പ്രതിഷേധിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതാണോ കോടതിയുടെ ഇടപെടൽ? എസ്കൻ, തീർച്ചയായിട്ടും വിജയകുമാർ, തീർച്ചയായിട്ടും ഒരു വലിയൊരു ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ ഈ ബിവറേജസ് ഔട്ട്ലെറ്റിനെതിരെ സമരം നടത്തുകയായിരുന്നു. അവർ പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് പ്രഥമ ദൃഷ്ടി അവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, വ്യക്തതയുണ്ട്, അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാകും. കാരണം ഒരു ടൗൺ ആണ്, ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിരവധി വീടുകളുണ്ട്, ഒപ്പം തന്നെ ആരാധനാലയങ്ങളുണ്ട്, അതിലുപരി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് അവിടെ തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷ കൊടുത്തത്. ഇത് കോടതിയിലേക്ക് 8 പേരടങ്ങുന്ന ഒരു സംഘം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി അങ്ങനെ സർക്കാരിനോടും ബിവറേജസിനോടും അതുപോലെ തന്നെ എക്സൈസിനോടും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കുന്നു. ആ കേസ് കോടതിയിൽ വന്നപ്പോഴാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് യാതൊരു നിലപാടും പറയാതെ മാറി. കാരണം ഇതൊരു ജനകീയ പ്രശ്നമാണ്, അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചില്ല. ബിവറേജസിനോട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ചോദിച്ചപ്പോൾ അവർ കോടതിയിൽ വ്യക്തമാക്കിയത് തങ്ങളൊരു അപേക്ഷ നൽകുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതിന് പിന്നാലെയാണ് എക്സൈസ് പറഞ്ഞത് ഒരു അപേക്ഷ മാത്രമാണ് വന്നിരിക്കുന്നതെന്ന് കോടതിയെ അറിയിച്ചു. അങ്ങനെയാണ് കോടതി ഇത് സംബന്ധിച്ചൊരു തീരുമാനം പറഞ്ഞത്. അതായത് ജനങ്ങളെ കേൾക്കാതെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുതെന്നുള്ളൊരു കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. സമരക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായി തന്നെ, അല്ലെങ്കിൽ അവരുടെ സമരം വിജയിക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ ഒരു കോടതിയുടെ നിർദ്ദേശം, ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ അവർ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടി എക്സൈസിന്റെ ഭാഗത്തുനിന്നോ ബിവറേജസിന്റെ ഭാഗത്തുനിന്നോ ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് സമരക്കാർക്ക്, പ്രതിഷേധിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതാണ് ഹൈക്കോടതിയുടെ നാഷ് കളിക്കാൻ പോയ കുട്ടികൾക്ക് നമുക്ക് രണ്ടും തൊപ്പി കൊടുത്തു. ഒരു വാർത്തയുണ്ട്. അപ്പൊ എന്നോട് സംസാരിച്ച ആരായിരുന്നു? മോളായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണം. നിങ്ങൾ ഇനി കളിക്കണം, നിങ്ങൾ ഇന്റർനാഷണൽ കളിക്കണം. ഓക്കെ, അപ്പൊ ഒരു ആയി പറഞ്ഞേ. അയ്യോ, ഇത് എന്റെ കളി തോറ്റൊന്നുമില്ല. കളി ജയിച്ചു. ഹായ്, ഇപ്പൊ കളി ജയിച്ചു.